പർച്ചേസ്. ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു പർച്ചേസിങ് വ്ലോഗ് കണ്ടാലോ. രാവിലെ തന്നെ നമ്മൾ ഫ്ലവർ ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഇന്നലെ കസ്റ്റമർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ചോക്ലേറ്റ് ടവർ ചെയ്യണമെന്ന്. കസ്റ്റമർ വിളിച്ച് ചോക്ലേറ്റ് ടവർ വേണമെന്ന് പറഞ്ഞ അന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ കൊറിയർ അയക്കാനുള്ളതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ചോക്ലേറ്റ് ടവറിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് അതിൻ്റെ മുകളിലായിട്ട് സെൻറ്റർ റോസസും ജിപ്സം ഫ്ലവറും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ജിപ്സം ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ ഷോപ്പിലോട്ട് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങനെ ജിപ്സം ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നു. ഫ്ലവർ ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിക്കാനുള്ള ഷോപ്പിലോട്ട് കുറച്ച് അധികം അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് നടക്കുകയാണ്. ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിലുള്ള കീ ചെയിൻ മോൾഡാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അതിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. കൂടാതെ കുറച്ച് റിബൺസും മെയിൻ ടൈപ്പ് വരുന്ന ഒരു റിബൺ റോളും ഹാപ്പി ബർത്ത്ഡേ എഴുതി 2 ഡിഫറെൻറ്റ് റിബൺസ് വാങ്ങിച്ചു. ഈ ഫ്രെയിംസ്, സെൻറ്റർ റോസസ്, 2 ഫ്ലവർ ബഞ്ചസ്, ടാപ്പിംഗ് ഷീറ്റ്സ്, അത് കൂടാതെ റെസിൻ, അങ്ങനെ കുറച്ചധികം ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് പ്രിൻറ്റിംഗ് ഷോപ്പിലോട്ട് വന്ന് പ്രിൻ്റ് എടുത്തതിന് ശേഷം ചോക്ലേറ്റ് ടവർ ചെയ്യാനായിട്ട് ഡയറി മിൽക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് വന്നു. അത് കഴിഞ്ഞ് റെസിൻ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിലൂടെയും കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ജിപ്സം ഫ്ലവേഴ്സാണ്. പിന്നെ 2 ഫ്ലവർ ബഞ്ചസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കുറച്ചധികം തിക്നെസ് ഉള്ള ഫ്ലവർ ബഞ്ചസും ഒരെണ്ണം കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഫ്ലവർ ബഞ്ചസുമാണ് കേട്ടോ. പിന്നെ കുറച്ചധികം ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീമിയം ടൈപ്പ് വരുന്ന റിബൺ റോളും പിന്നെ 2 ഡിഫറൻസ് ഫോളിലും ഡിസൈനിലൊക്കെ വരുന്ന ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള റിബൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 മിനി ഫ്രെയിംസും 2 ബർത്ത്ഡേ ടോപ്പേഴ്സും പിന്നെ തിന്നായിട്ടുള്ള ഡബിൾ സൈഡ് ടാപ്പ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം സെൻറ്റർ റോസസ് കൂടാതെ കുറച്ച് റാപ്പിംഗ് ഷീറ്റ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ റെസിനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി റെസിൻ മെറ്റീരിയൽസൊക്കെ വേറെ ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്രിൻ്റ്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റെസിൻ മെറ്റീരിയൽസ്. 200 ഗ്രാം വരുന്ന റെസിൻ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2:1 റേഷ്യോ വരുന്ന റെസിൻ സെറ്റാണ്. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് റീബറിങ് ടൂള്. റെസിൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഹോളില്ലാത്ത കീ ചെയിൻസോ അതുപോലുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രില്ലിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ നമുക്ക് കീ ചെയിനോ ചെയിൻസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രില്ലിങ് മെഷീന്, പിന്നെ കീ ചെയിൻ്റെ ചെയിൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു കീ ചെയിൻ മോൾഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹാർട്ട് ഷേപ്പിലുള്ള. പിന്നെ മെഷറിങ് ടൈലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ടിൽ എൻ്റെ കയ്യിലുള്ള റെസിൻ മെറ്റീരിയൽസ് എന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടൊക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ റെസിൻ വർക്ക്സാണ് ചെയ്തിട്ടുള്ളതെന്നും കാട്ടിത്തരാം. ആർക്കെങ്കിലും റെസിൻ കീ ചെയിൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി കേട്ടോ.